ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KL Senpai. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ആനിമയുടെ പേരാണ് വൺ പീസ്, വൺ ഓഫ് ദ ബിഗ് 3 ആനിമെ. ഇമ എക്സ്പ്ലനേഷനോ മാങ്ക എക്സ്പ്ലനേഷനോ അല്ലോ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അല്ല വന്നേ. ഡെവിൾ ഫ്രൂട്ട്സ് എന്താണ്, എന്തിനാണ് അവരുടെ ഡെവിൾ ഫ്രൂട്ട്സ് എന്ന് പറയണത്, അതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ വാണു ആർക്ക് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തിരിച്ചായി നിങ്ങൾക്ക് കാണാം, കണ്ടിട്ടില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വരെ കാണണം മക്കളെ, കാരണം സെയിം വീഡിയോ ആയിരിക്കും. ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ നോക്കിയിട്ടുണ്ട്, അപ്പോൾ നോക്കാം. അപ്പോൾ അത് പേര് പോലെ തന്നെയാണ്, ഇറ്റ്സ് എ ഡീൽ വിത്ത് ദ ഡെവൽ. ഒരു പ്രാവശ്യം നിങ്ങൾ ആ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിം ചെയ്യാനുള്ള അബിലിറ്റി നിങ്ങളുടെ പോവും. ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ദാറ്റ് യു വിൽ ഗെറ്റ് എ പവർ. നല്ല പവർ ആയിരിക്കും. ആ ഫ്രൂട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ ഐട്രിബ്യൂട്ട്സ് വെച്ചായിരിക്കും ആ പവർ കിട്ടണത്. ഡെവിൾ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോൾട്ടിയും ഒരു വല്ലാത്ത ചൊവയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ ബൈറ്റിൽ തന്നെ നമുക്ക് ശക്തികളെല്ലാം കിട്ടും. നമ്മുടെ ബോഡീസിൽ പവർ വരാൻ തുടങ്ങും, നമ്മുടെ ഫുൾ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങും. ഓക്കെ, ബട്ട് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും കൊള്ളൂല്ല എന്നാണ് പറയണ്ടേ. കാരണം മാങ്കിൽ അത് കൺഫേം ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ വോമിറ്റ് ചെയ്ത ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം പാഴാക്കിയിട്ട് ഈ സീരീസിന് ഫുൾ ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ വേൾഡ് പീസിൻ്റെ വേൾഡ് എല്ലാവരുടെ കയ്യിലും ഡെവിൾ ഫ്രൂട്ട് ഉണ്ട്. ഏകദേശം ഭയങ്കര കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്ന സ്ട്രോ ഹാറ്റ്സിൻ്റെ ജേർണിയിൽ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്നുണ്ട് ഡെവിൾ ഫ്രൂട്ട്സും. പിന്നെ ഹാക്കി യൂസറും ഇപ്പോൾ ഭയങ്കര കോമൺ ആയി. കാരണം നമ്മളിപ്പോൾ ഗ്രാൻഡ് ലൈനിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ അവിടെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ബട്ട് ഇഫ് യു ഗോ ടു ഈസ്റ്റ് ബ്ലൂ സൈഡ്, അവിടെ 10,000-ൻ്റെ അകത്ത് ഒരാളുടെ കയ്യിലായിരിക്കും ചിലപ്പോൾ ഒരു ഡെവിൾ ഫ്രൂട്ട്. അത് ഭയങ്കര കോമൺ അല്ല അവിടെ. ദാറ്റ്സ് വെരി എക്സ്ട്രീം ഓവർ ദെയർ. അവരൊക്കെ പേടിക്കുക ആൾക്കാരെ. ഒരാൾക്ക് ഡെവിൾ ഫ്രൂട്ട് മേടിക്കാൻ തന്നെ താല്പര്യം ഉണ്ടെങ്കിലും ഒരു 100 മില്യൺ ബേരീസ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ്. പിന്നെ അത് നല്ല ഡെവിൾ ഫ്രൂട്ട് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് ബില്യൺസ് വരെ പോകാൻ അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാനും പറ്റില്ല വൺ പീസിൻ്റെ വേൾഡിൽ. ഇഫ് യു സീ ദ സെലസ്റ്റിയൻസ് ആർ ദ മോസ്റ്റ് റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വൺ പീസ് വേൾഡ്. അതേപോലെ അല്ലല്ലോ എല്ലാവരും. എല്ലാ ഐലൻഡിൽ ഭയങ്കര പൈസ ഉള്ള ആൾക്കാരില്ല. കുറേ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ പണിയെടുത്താൽ ജീവിക്കണം വൺ പീസിൻ്റെ വേൾഡ്. ബേസിക്കലി അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് അവൈലബിലിറ്റി ഓഫ് ഡെവിൾ ഫ്രൂട്ട്സ് ആയിരുന്നു. അത് അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ഏതൊക്കെ തരം ഡെവിൾ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 ടൈപ്പ് ഓഫ് ഡെവിൾ ഫ്രൂട്ട്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് പാരമീഷ്യ ടൈപ്പ്, ഒന്ന് സോവാൻ ടൈപ്പ്, ഒന്ന് ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട്. ഏറ്റവും ആദ്യം കിടക്കുന്ന പാരമീഷ്യ ടൈപ്പാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട്. അത് എവിടെ പോയാലും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്ന ആ ഫ്രൂട്ട് ആയിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് അവൈലബിൾ ഉള്ള ഫ്രൂട്ടാണ് പാരമീഷ്യ ടൈപ്പ്. അതിൻ്റെ അകത്ത് 4 സബ് കാറ്റഗറി ഉണ്ട്. പാരമീഷ്യ ഫ്രൂട്ടിൻ്റെ സബ് കാറ്റഗറി ഏറ്റവും ആദ്യം കിടക്കുന്ന ബോഡി ആൾട്ടറിങ് ആണ്. ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് അവരുടെ ബോഡി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾട്ടർനേറ്റ് ചെയ്യാൻ പറ്റും, ബോഡിക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ബേസിക്കലി അവർക്ക് മുഖം മാറ്റാം. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ബോച്ചാനും പിന്നെ മിസ്റ്റർ വണ്ണും. നിങ്ങൾ വൺ പീസ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ സെക്കൻഡ് ആണ് എൻവയൺമെൻറ്റ് ഓൾട്ടറിങ്. അത് നിങ്ങൾ മനസ്സിലാക്കാതും പറച്ചിലിൽ തന്നെയുണ്ട്. ബേസിക്കലി അവർക്ക് എൻവയൺമെൻറ്റ് ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ലോഡ് ഡെവിൾ ഫ്രൂട്ട് ഓപ്പെ നോമി, പിന്നെ ഇന്നസുമ അവൻ്റെ ചോക്കി നോമി ഫ്രൂട്ടും. 3 സബ്സ്റ്റൻസ് ജനറേറ്റർ. അവർക്ക് ഒരു ബേസിക്കലി ആ പവർ കൊണ്ട് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് മിസ്റ്റർ റീയുടെ വാക്സ് ഫ്രൂട്ടും പിന്നെ മെഗ്മയുടെ വെനം ഫ്രൂട്ടും. ഫസ്റ്റാണ് നമ്മുടെ പാരമീഷ്യ ഫ്രൂട്ട് ഉള്ളത്. സ്പെഷ്യൽ പാരമീഷ്യ ആണ്. അവർക്ക് ഒരു ലോഗിയ ടൈപ്പ് പവർ കൊടുക്കുന്ന ഫ്രൂട്ടാണ് ഇത്. നിങ്ങൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ടാഗോറി. അവൻ്റെ ബോഡി നിങ്ങൾ കാണുമ്പോൾ ഫുള്ള് മോജിയിലായി കാണും. മോജി എന്നാണ് അതിൽ പറയണത്. മോജി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് അതിലാണ് കൺവേർട്ട് ആക്കിയേക്കണത്. അതായിരുന്നു പാരമീഷ്യ ടൈപ്പ് ഓഫ് ഡെവിൾ ഫ്രൂട്ട്. ഇനി പറയാൻ പോണതാണ് സോവാൻ ടൈപ്പ്. സോവാൻ ടൈപ്പിൽ 3 കാറ്റഗറി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സോവാൻ ഫ്രൂട്ടിന്റെ ടൈപ്പാണ് നോർമൽ സോവാൻ ഫ്രൂട്ട്. അത് കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ ആനിമൽ ആയിട്ട് മാറാം. ഫോർ ആൻ എക്സാമ്പിൾ ജിറാഫ്, പിന്നെ ഈ വുൾഫ്. രണ്ടാമത്തെ ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഏൻഷ്യന്റ് സോവാൻ ഫ്രൂട്ട്. അവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡൈനസോർ അങ്ങനത്തെ കുറെ സോറസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്നാവാം അവർക്ക്. അവർ നോർമൽ ആനിമൽസിനെക്കാളും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കും, കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടാവും, സ്പീഡ് ഇച്ചിരി കൂടുതലുണ്ടാവും. അതാണ് ഡിഫറൻസ്. മൂന്നാമത്തെ ടൈപ്പാണ് മിത്തിക്കൽ സോവാൻ ടൈപ്പ്. മിത്തിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്തിക്കൽ ക്രീച്ചേഴ്സ് ആയിരിക്കും, ലൈക്ക് യൂണിക്കോൺ, പിന്നെ ഒന്ന് നമ്മുടെ കൈഡ പോലത്തെ ഫ്രൂട്ട്, ഡ്രാഗൺ, അങ്ങനത്തെ ക്രീച്ചേഴ്സ് ആയിരിക്കും സോവാനിൽ കിട്ടണേ, മിത്തിക്കൽ സോവാനിൽ കിട്ടണേ. ഭയങ്കര റെയർ ആണ് ആ ഫ്രൂട്ട് കിട്ടാൻ. നമ്മുടെ കൈഡോനെ തന്നെ കണ്ടില്ലേ എത്ര സ്ട്രോങ് ആണ്. മൂന്നാമത്തെ ഡെവിൾ ഫ്രൂട്ടാണ് ലോഗിയ ടൈപ്പാണ് ഏറ്റവും റെയറസ്റ്റ്. ആ ഫ്രൂട്ട് കിട്ടാൻ തന്നെ നല്ല കഷ്ടപ്പാടാണ്. ലോഗിയ ടൈപ്പ് ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ യൂസറിന് ആ എലിമെന്റ് അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവൻ്റെ ബോഡി അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവൻ ഒരു തീ ആയിട്ട് തന്നെ മാറും. ബേസിക്കലി ബുള്ളറ്റ്സ് പിന്നെ ഫിസിക്കൽ അറ്റാക്സ് വർക്ക് ആവില്ല.
until you have haki. ഫയർ പറഞ്ഞത് ഒരു ഏസിനെ എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഏസോ ഇല്ലെങ്കിൽ സാബോ നിങ്ങൾക്ക് എടുക്കാം, റൈറ്റ്? അത് നമുക്ക് എലിമെന്റ് ഏതാ അതനുസരിച്ചായിരിക്കും ആ പവർ നമ്മൾ ഡിസൈഡ് ചെയ്യണം എത്ര സ്ട്രോങ് ആയിരിക്കും എന്ന്. അപ്പോൾ ലോഗിയ ടൈപ്പിലും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ആണ് സോളിഡ് ലോഗിയ ടൈപ്പ്. അതിലാണ് നമ്മൾ അയൺ കോജി ഉള്ളത്. കഴിഞ്ഞാണ് ലിക്വിഡ് ലോഗിയ ടൈപ്പ് ഉള്ളത്. അവർക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം, ബോഡി വാട്ടർ ആക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പോയിസൺ ആക്കാം, അങ്ങനെ കഴിവുള്ളവർ. പിന്നെ ഉള്ളത് ഗ്യാസ് ലോഗിയ ടൈപ്പ്. നമ്മുടെ സ്മോക്കർ ആയാലും അങ്ങനത്തെ ആ ക്യാരക്ടേഴ്സ് ഗ്യാസ് ലോഗിയ ടൈപ്പാണ്. ഭയങ്കര റെയർ ആണ് അത് കിട്ടാൻ. നാലാമത്തെ ലോഗിയ ടൈപ്പാണ് പ്ലാസ്മ ലോഗിയ ടൈപ്പ്. നമ്മുടെ ഏനൽ യൂസ് ചെയ്തുകൊണ്ട് ഗോറോനോമി ഫ്രൂട്ട് ആണ് ഇലക്ട്രിസിറ്റി ലോഗിയ ടൈപ്പ് ഫ്രൂട്ട്. ഇതൊക്കെയാണ് പവേഴ്സും അതിന്റെ ടൈപ്സ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നന്ദിയുണ്ട്. എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പിന്നെ പോവല്ലേ, ഇനി അടുത്ത കാര്യം ഞാൻ പറയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു യൂസറിനെ ഇനിയും പവർഫുൾ ആവണമെങ്കിൽ അവന് വേണമെങ്കിൽ ആ ഫ്രൂട്ട് അവേക്കൻ ചെയ്യാം. ഈ അവേക്കൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കായിഡോ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ ഒരു നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി മാക്സ് ഔട്ട് ആകുമ്പോഴാണ് നമ്മുടെ അവേക്കൻ ആണ്. എല്ലാ ഫ്രൂട്ട്സിന്റെ അവേക്കനിങ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പാരമിഷ നോക്കുകയാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ ഫ്രൂട്ട് നോക്കാം. അവന്റെ അടുത്തുള്ള എല്ലാ ഒബ്ജക്റ്റ് അവന് വേണ്ടി സ്ട്രിങ്സ് ആക്കി മാറ്റായിരുന്നു അവൻ അവേക്കൻ ആയപ്പോൾ. അതേപോലെ നമ്മൾ സോവാൻ ടൈപ്പ് ആണെങ്കിൽ അവരുടെ ഡൈനോസോർ ആയാലും ഏതെങ്കിലും മിത്തിക്കൽ ഫോം ആണെങ്കിലും അവരുടെ സ്പീഡ്, ബോഡി സ്ട്രെങ്ത് എല്ലാം ഭയങ്കര മാക്സ് ഔട്ട് ആയിട്ട് ഫുൾ ആവും. പിന്നെ അവർ അൺസ്റ്റോപ്പബിൾ ആവും എന്ന് പറയാൻ പറ്റും നമുക്ക്. നമുക്ക് ലോഗിയ ടൈപ്പിന്റെ കാര്യം ഞാൻ പറയാത്ത എന്താന്ന് വെച്ചാൽ, ഇതുവരെ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ വന്നിട്ടില്ല. ഇതേവരെ ഒരു ലോഗിയ ടൈപ്പ് നമുക്ക് അവേക്കനായി കാണിച്ചിട്ടില്ല. ഇനി അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുവരെ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് അൺടിൽ നൗ. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ ബ്രോ. താങ്ക് യു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ബ്രോ.